കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവവീര്യവും പോരാട്ട ചരിത്രവും ഇഴചേർന്ന് കിടക്കുന്ന നാദാപുരം മണ്ഡലം മറ്റൊരു നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം രാഷ്ട്രീയ പോരാട്ടം അങ്ങനെ കൊഴുക്കുകയാണ്. വടക്കൻ മലബാറിലെ ഈ ചുവപ്പൻ കോട്ടയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തുടരുന്ന ഇടതുപക്ഷ ആധിപത്യത്തിന് ഇളക്കം തട്ടിക്കാനുറച്ച UDFും തങ്ങളുടെ കരുത്തുറ്റ പേരുകൾ കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കാൻ LDFും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. 1957 മണ്ഡലം രൂപീകൃതമായതു മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഹൃദയമിടിപ്പായി മാറിയ നാദാപുരം CH കണാരനെ പോലെയുള്ള അധികായന്മാർ പ്രതിനിധീകരിച്ച മണ്ണാണ്. അക്കാലം മുതൽക്ക് തന്നെ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്കും ഇടയിൽ അചഞ്ചലമായ സ്വാധീനം ഉറപ്പിക്കാൻ CPIക്കും ഇടതുമുന്നണിക്കും സാധിച്ചിട്ടുണ്ട്. സത്യൻ മൊകേരിയും ബിനോയ് വിശ്വവും വിജയനുമെല്ലാം ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഉയർത്തിക്കാട്ടിയാണ് ഇത്തവണ അഡ്വക്കേറ്റ് P വസന്തം ജനവിധി തേടുന്നത്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിലുള്ള അവരുടെ അനുഭവ സമ്പത്തും വനിതാ വോട്ടർമാർക്കിടയിലുള്ള സ്വീകാര്യതയും ഇടതുപക്ഷത്തിന് വലിയൊരു കവചമായി മാറുന്നുണ്ട്. വികസനത്തിന്റെ തുടർച്ചയ്ക്കും ഭരണത്തിന്റെ നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞ് ഓരോ വീടിന്റെയും ഉമ്മറപ്പടിയിൽ വസന്തം എത്തുമ്പോൾ കോട്ട കാക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് അവരുടെ മുൻപിലുള്ളത്. എന്നാൽ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഇത്തവണ UDF ക്യാമ്പിൽ നിന്നും ഉയരുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ യുവജന മുഖമായിട്ടുള്ള KM അഭിജിത്തിനെ രംഗത്തിറക്കുന്നതിലൂടെ മണ്ഡലത്തിലെ യുവാക്കളുടെയും പുതിയ വോട്ടർമാരുടെയും മനസ്സിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷ പദവികളിലിരുന്ന് കേരളത്തിലെ തെരുവുകളിൽ സമരവീര്യം തെളിയിച്ച അഭിജിത്തിന് നാദാപുരത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ കഴിയുമെന്നാണ് UDF പ്രവർത്തകരുടെ ഉറച്ച വിശ്വാസം. കഴിഞ്ഞ 30 വർഷത്തെ വികസന മുരടിപ്പും ഭരണത്തോടുള്ള വിയോജിപ്പും യുവാക്കൾക്കിടയിലെ മാറ്റത്തിനായുള്ള ആഗ്രഹവും വോട്ടായി മാറുമെന്ന് കോൺഗ്രസും കണക്കുകൂട്ടുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും യുവാക്കൾക്കിടയിലും അഭിജിത്തിന് ലഭിക്കുന്ന വലിയ ജനപിന്തുണ ഇടതുപക്ഷത്തിന് ചെറിയൊരു ആശങ്കയുണ്ടെന്നത് വസ്തുത തന്നെയാണ്. മണ്ഡലത്തിലെ ഓരോ വാർഡിലും വികസനത്തിന്റെ അപര്യാപ്തതകളെ ചൂണ്ടിക്കാട്ടിയും പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നാദാപുരം തയ്യാറാണെന്നും ആഹ്വാനം ചെയ്തുമാണ് അഭിജിത്തിന്റെ പ്രചാരണം അങ്ങനെ പുരോഗമിക്കുന്നത്. നാദാപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രമൊന്ന് പരിശോധിച്ച് നോക്കിയാൽ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയ്ക്കും പോരാട്ട വീര്യവും ഇവിടത്തെ വോട്ടർമാർ മുഖമുദ്രയാക്കിയതായി കാണാൻ സാധിക്കും. 1960 മുസ്ലിം ലീഗിലെ ഹമീദ് അലി ഷംനാദ് നേടിയ വിജയം ഒഴിച്ചാൽ മണ്ഡലം ഭൂരിഭാഗം സമയവും ഇടതുപക്ഷത്തോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. എന്നാൽ ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ടിംഗ് ശതമാനത്തിലും രാഷ്ട്രീയ ചായ്വുകളിലും വരുന്ന മാറ്റങ്ങൾ ഇത്തവണ ഫലത്തെ എപ്രകാരം ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. മണ്ഡലത്തിലെ പ്രവാസികളുടെ സാന്നിധ്യവും അവരുടെ കുടുംബങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളും അതിനിർണായകമാണ്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വോട്ടർമാർ നാട്ടിലെത്തുന്നതും അവരുടെ സ്വാധീനവും തിരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് തന്നെയാണ്. കർഷകരുടെ പ്രശ്നങ്ങളും പയറംചാൽ കനാൽ ഉൾപ്പെടെയുള്ള ജലസേചന പദ്ധതികളുടെ പൂർത്തീകരണവും മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ നാദാപുരം ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന UDF വാദത്തെ തങ്ങൾ നടപ്പിലാക്കിയ പാലങ്ങളും റോഡുകളും സ്കൂൾ കെട്ടിടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് LDF നേരിടുന്നത്. ഇരു മുന്നണികൾക്കും ഇടയിൽ NDA സ്ഥാനാർത്ഥി വിപിൻ ചന്ദ്രൻ നടത്തുന്ന പ്രചരണവും ഏറെ ശ്രദ്ധേയമാണ്. BJP തങ്ങളുടെ വോട്ട് വിഹിതം ഓരോ തവണയും വർദ്ധിപ്പിക്കുന്നത് നാദാപുരത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നതും. BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്നായിരിക്കും ചോരുക എന്നതിനെ ആശ്രയിച്ചിരിക്കും നാദാപുരത്തെ അന്തിമ ജയപരാജയങ്ങൾ. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കറുത്ത ഓർമ്മകൾ ഏറെയുള്ള മണ്ഡലം എന്ന നിലയിൽ സമാധാനവും വികസനവും ഇത്തവണ വോട്ടർമാർക്കിടയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. കുടുംബയോഗങ്ങളിലും പൊതുജന സമ്മേളനങ്ങളിലും ജനലക്ഷങ്ങളെ അണിനിരത്തി മുന്നണികൾ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ നാദാപുരം ആർക്കൊപ്പം നിൽക്കുമെന്ന് പ്രവചിക്കാൻ അസാധ്യമാണ്. പരിചയസമ്പന്നയായ അഡ്വക്കേറ്റ് P വസന്തത്തിന്റെ അചഞ്ചലമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളാണോ അതോ KM അഭിജിത്ത് പ്രതിനിധീകരിക്കുന്ന നവീന രാഷ്ട്രീയമാണോ ജനങ്ങൾ സ്വീകരിക്കുക എന്നത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. മണ്ഡലത്തിലെ കർഷകർ, പ്രവാസികൾ, യുവാക്കൾ എന്നിവരുടെ നിലപാടുകൾ ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. നാദാപുരത്തെ ഓരോ വോട്ടറും ഇന്ന് ഓരോ രാഷ്ട്രീയ വിശകലന വിദഗ്ധരാണ്. കവലകളിലും ചായക്കടകളിലും ക്ലബ്ബുകളിലും ചർച്ചകൾ അങ്ങനെ കൊഴുത്തു മുന്നോട്ട് പോവുകയാണ്. ഒരു വശത്ത് അനുഭവ സമ്പത്തിന്റെ കരുത്തും മറുവശത്ത് മാറ്റത്തിന്റെ കാറ്റും. 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കോൺഗ്രസ് MLA നാദാപുരത്ത് വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാരും തങ്ങളുടെ ചുവപ്പൻ കോട്ട തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗവും തമ്മിലുള്ള
ഈ പോരാട്ടം രാഷ്ട്രീയ കേരളത്തിനെ തന്റെ ഏറ്റവും വലിയ ക്ലാസിക് പോരാട്ടങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നുണ്ട്. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വോട്ടർമാരുടെ മനസ്സിൽ ചോദ്യങ്ങളായി അവശേഷിച്ചങ്ങനെ നിൽക്കുന്നുമുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ആർക്കാണ് സാധിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും നാദാപുരത്തിന്റെ കാറ്റെങ്ങോട്ടെന്നത് അറിയാൻ. സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിലുള്ള വർധനവ് അഡ്വക്കേറ്റ് പി വസന്തത്തിന് അനുകൂലമാകുമെന്ന് LDF വിശ്വസിക്കുമ്പോൾ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിലുള്ള അഭിജിത്തിന്റെ പ്രഭാവം തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന് UDFും പ്രതീക്ഷിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങളിൽ UDF സ്ഥാനാർത്ഥിക്ക് വലിയ മുൻതൂക്കം കാണുന്നുണ്ടെങ്കിലും താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിന്റെ കരുത്തിൽ LDF ഏറെ മുൻപിലാണ്. BJPയുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടാകുന്ന ഏത് വർധനവും മണ്ഡലത്തിലെ സമവാക്യങ്ങളെ പാടെ മാറ്റാൻ പോകുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുന്നണിയും വളരെ കരുതലോടെയാണ് ഓരോ ചുവടും വെക്കുന്നത്. പണക്കൊഴുപ്പും വാഗ്ദാനങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും നാദാപുരത്തിന്റെ മണ്ണിൽ ഇത്തവണ മാറ്റുരയ്ക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.